ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം രജിസ്ട്രേഷൻ ഫീസ് അയക്കേണ്ടതാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതേ ക്രമത്തിൽ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 5 പുസ്തകം ഒന്നിച്ച് ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നതായിരിക്കും. 1-ാമത്തെ ചോദ്യം, ലൂക്ക അധ്യായം 18-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 43 വാക്യങ്ങൾ. ചോദ്യം 2, ലൂക്ക 18-ാം അധ്യായം ആദ്യത്തെ തലക്കെട്ട് ന്യായാധിപനും വിധവയും. 3, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നു കാണിക്കാൻ യേശു പറഞ്ഞ ഉപമയേത്? ന്യായാധിപനും വിധവയും, അതായത് ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ. 4, ഉപമയുടെ ആരംഭം എന്ത്? ദൈവത്തെ ഭയപ്പെടുകയോ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ന്യായാധിപനും വിധവയും എന്ന ഉപമയുടെ തുടക്കം അങ്ങനെയാണ്. 5, ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്ന ന്യായാധിപൻ ആരെയാണ് ഭയപ്പെടാതിരുന്നത്? ദൈവത്തെ. 6, ദൈവത്തെ ഭയപ്പെടാത്ത ന്യായാധിപൻ ആരെയാണ് മാനിക്കാതിരുന്നത്? മനുഷ്യരെ. 7, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ആരും ഉണ്ടായിരുന്നു എന്നാണ് ലൂക്ക 18:3 പറയുന്നത്? ഒരു വിധവയും. 8, അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. ആരോട്? ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപനോട്. 9, വിധവ എന്താണ് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപനോട് അപേക്ഷിച്ചിരുന്നത്? എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന്. 10, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിച്ചിരുന്ന വിധവയോട് എന്ത് സമീപനമാണ് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ സ്വീകരിച്ചിരുന്നത്? കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. 11, കുറെ നാളത്തേക്ക് അത് ഗൗനിക്കാതിരുന്ന അവൻ പിന്നീട് ചിന്തിച്ചതെന്ത്? ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. 12, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ പിന്നീട് എന്തുകൊണ്ടാണ് അവൾക്ക്, അതായത് വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കും എന്ന് ചിന്തിച്ചത്? ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. അങ്ങനെ അസഹ്യപ്പെടുത്തും എന്ന ചിന്തയാലാണ് അവൾക്ക് നീതി നടത്തി കൊടുക്കുന്നത്. 13, നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ എന്ന് പറഞ്ഞ ശേഷം കർത്താവ് ചോദിക്കുന്ന 2 ചോദ്യങ്ങളേവ. 1, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? 2, അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? 14, രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ ആർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. 15, രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാൻ എന്തു വരുത്തുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്? കാലവിളംബം. 16, അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആർക്ക്? രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. 17, രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുന്നത് ആര്? ദൈവം. 18, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ? ലൂക്ക 18:8 പ്രകാരം പൂരിപ്പിക്കുക. വിശ്വാസം. 19,
എങ്കിലും ആര് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. മനുഷ്യപുത്രൻ. 20 തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഏത് ഉപമ? ഫരിസേയനും ചുങ്കക്കാരനും. 21 തങ്ങൾ ആരാണെന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോടാണ് അവൻ ഫരിസേയനും ചുങ്കക്കാരനും എന്ന ഉപമ പറഞ്ഞത്. നീതിമാന്മാരാണ് എന്ന ധാരണയിൽ. 22 തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ എന്തു ചെയ്യുന്നവരോടാണ് അവൻ ഫരിസേയനും ചുങ്കക്കാരനും എന്ന ഉപമ പറഞ്ഞത്. തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട്. എത്ര പേരാണ് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയത്? 2 പേർ. 24 2 പേർ എന്തിനാണ് ദേവാലയത്തിലേക്ക് പോയത്? പ്രാർത്ഥിക്കാൻ. 25 പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയ ആ 2 പേർ ആരെല്ലാം? ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. 26 ഫരിസേയൻ നിന്നുകൊണ്ട് എന്താണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. 27 ഫരിസേയൻ തന്റെ പ്രാർത്ഥനയിൽ ആദ്യം പറയുന്നത് എന്ത്? ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. 28 എന്തുകൊണ്ടാണ് ഫരിസേയൻ ദൈവത്തിന് നന്ദി പറയുന്നത്? ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലാത്തതുകൊണ്ട്. 29 മറ്റു മനുഷ്യർ എങ്ങനെയാണെന്നാണ് ഫരിസയൻ തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും. 30 അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ആരെപ്പോലെയോ അല്ല താൻ എന്നാണ് ഫരിസയൻ തന്റെ പ്രാർത്ഥനയിൽ അവകാശപ്പെടുന്നത്. ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. 31 താൻ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്തു ചെയ്യുന്നു എന്നാണ് ഫരിസേയൻ അവകാശപ്പെടുന്നത്? ഉപവസിക്കുന്നു. 32 ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നത് കൂടാതെ താൻ എന്തു കൊടുക്കുന്നു എന്നാണ് ഫരിസേയൻ തുടർന്ന് അവകാശപ്പെടുന്നത്? താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. 33 ആ ചുങ്കക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്. 34 എവിടെ നിന്നുകൊണ്ടാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്? ദൂരെ നിന്ന്. 35 ദൂരെ നിന്ന് എവിടേക്ക് കണ്ണുകളുയർത്താൻ പോലും ധൈര്യപ്പെടാതെയാണ് ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്? സ്വർഗത്തിലേക്ക്. 36 മാറത്തടിച്ചുകൊണ്ട് ആ ചുങ്കക്കാരൻ എന്താണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. 37 ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചതാര്? ആ ചുങ്കക്കാരൻ. 38 ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ഇവിടെ പറയുന്ന ഞാൻ, ഇവൻ ആരെല്ലാം? ഞാൻ കർത്താവ്, ഇവൻ ആ ചുങ്കക്കാരൻ. 39 ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. കാരണമെന്ത്? തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 40 തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഏത് ഉപമയുടെ അവസാന ഭാഗത്താണ് ഈ വാക്യം കാണുന്നത്? ഫരിസേയനും ചുങ്കക്കാരനും എന്ന ഉപമയുടെ അവസാനം. 41 തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അധ്യായവും വാക്യവും പറയുക. ലൂക്ക 18:14. 42 ലൂക്ക അധ്യായം 18 മൂന്നാമത്തെ തലക്കെട്ട് ശിശുക്കളെ ആശീർവദിക്കുന്നു. 43 അവർ ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നത് എന്തിന്? അവൻ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന്. 44 അവൻ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ ആരെയാണ് അവന്റെ അടുത്ത് കൊണ്ടുവന്നത്? ശിശുക്കളെ. 45 അവന്റെ ശിഷ്യന്മാർ ഇതു കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. ഏതു കണ്ടപ്പോൾ?
അവൻ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവർ അവന്റെ അടുത്തു കൊണ്ടുവന്നപ്പോൾ. 46. അവൻ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്തു കൊണ്ടുവന്നവരെ ശകാരിച്ചതാര്? ശിഷ്യന്മാർ. 47. ആരെയാണ് യേശു തന്റെ അടുത്തേക്ക് വിളിച്ചത്? ശിഷ്യന്മാരെ. 48. യേശു അവരെ, തന്റെ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞതെന്ത്? ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. 49. ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന് യേശു പറയാൻ കാരണമെന്ത്? ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. 50. എന്താണ് അവരെ പോലെ ഉള്ളവരുടേത് എന്ന് യേശു പറയുന്നത്? ദൈവരാജ്യം. 51. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിനു ശേഷം യേശു പറയുന്നത് എന്ത്? ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. 52. ആരെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്? ശിശുവിനെ പോലെ. 53. ലൂക്ക 18-ാം അധ്യായം 4-ാമത്തെ തലക്കെട്ട് ധനികനായ മനുഷ്യൻ. 54. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഒരു അധികാരി. 55. ഒരു അധികാരി യേശുവിനോട് ചോദിച്ചതെന്ത്? നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? 56. ലൂക്ക 18:18 പ്രകാരം ഒരു അധികാരി യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? നല്ലവനായ ഗുരു. 57. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച ഒരു അധികാരിയോട് യേശു ചോദിക്കുന്ന മറു ചോദ്യം എന്ത്? എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? 58. എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ന തൻ്റെ ചോദ്യത്തിന് യേശു തന്നെ പറയുന്ന മറുപടി എന്ത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. 59. ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത്? പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. 60. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എത്ര പ്രമാണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു? 5. 61. ലൂക്ക 18:20 പറയുന്ന പ്രമാണങ്ങൾ ഏതെല്ലാം? വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇതേ ക്രമത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ ക്രമം ചോദിക്കാം. ഒരു പ്രമാണം പറഞ്ഞതിനു ശേഷം അതേ തുടർന്ന് പറഞ്ഞതോ അതിനു മുൻപ് പറഞ്ഞതോ ഏതെന്നും ചോദിക്കാം. 62. ലൂക്ക 18:20 പറയുന്ന പ്രമാണങ്ങളിൽ മൂന്നാമത് പറയുന്ന പ്രമാണം ഏത്? മോഷ്ടിക്കരുത്. 63. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ അധികാരി പറഞ്ഞ മറുപടി എന്ത്? ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. 64. ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. ആരോട് പറഞ്ഞു? ഒരു അധികാരി യേശുവിനോട്. 65. ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന അധികാരിയുടെ മറുപടി കേട്ട് യേശു പറഞ്ഞതെന്ത്? ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. 66. ഇനിയും നിനക്ക് എന്തുണ്ട് എന്നാണ് യേശു അധികാരിയോട് പറഞ്ഞത്? ഒരു കുറവുണ്ട്. 67. ഇനിയും നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു അധികാരിയോട് പറയുന്നത് എന്ത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. 68. നിനക്കുള്ളതെല്ലാം വിറ്റ് ആർക്ക് കൊടുക്കാനാണ് യേശു അധികാരിയോട് പറയുന്നത്? ദരിദ്രർക്ക്. 69. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ എവിടെ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്നാണ് യേശു പറയുന്നത്? സ്വർഗത്തിൽ. 70. എപ്പോഴാണ് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുന്നത് എന്നാണ് യേശു പറയുന്നത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ. 71. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്തു ചെയ്യുക എന്നാണ് യേശു പറഞ്ഞത്? എന്നെ അനുഗമിക്കുക. ഇങ്ങനെ 71 ചോദ്യങ്ങളാണ് ലൂക്ക 18-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. രണ്ടാം ഭാഗത്ത് 50ഓളം ചോദ്യങ്ങളുണ്ട്. ഇന്ന് മെയ് 26
ഇന്ന് നടക്കുന്ന മോക്ക് ടെസ്റ്റിന്റെ പഠന ഭാഗവും ലൂക്ക 18-ാം അധ്യായമാണ്. പലരും നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അടുത്ത മോക്ക് ടെസ്റ്റുകൾക്ക് ഒരു ദിവസം മുൻപെങ്കിലും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഇനി വളരെ കുറച്ച് അധ്യായങ്ങൾ മാത്രമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ളത്. മോക്ക് ടെസ്റ്റിന്റെ കാര്യവും പുസ്തകത്തിന്റെ കാര്യവും ആദ്യം പറഞ്ഞിരുന്നു. ആവശ്യമുള്ളവർ എത്രയും വേഗം ഓർഡർ ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.